Hello. In this video, I am describing about the topic file system, file and directories, structures and organization. And these are the topics I am going to describe in this video. What is a file system? What are files and directories? What is a file organization? What are the different directory structures? And what are the different allocation methods? Besides that, I will discuss about the board exam questions from the topic file system and file and directories. Now we can see what is a file system. A file system is a method of organizing and retrieving the files from a storage medium such as hard disk. അതായത് ഹാർഡ് ഡിസ്ക് പോലെയുള്ള ഒരു സ്റ്റോറേജ് മീഡിയത്തിൽ എങ്ങനെയാണ് ഫയൽസിനെ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫയൽസ് റിട്രീവ് ചെയ്യുന്നത്, ഇതിനിൽ പറയുന്ന ഒരു മെക്കാനിസമാണ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. So usually consists of files and directories, and each directory can contain ഫയൽസ് ഓർ അഡീഷണൽ സബ് ഡയറക്ടറീസ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നമ്മളൊക്കെ കോമൺ ആയി യൂസ് ചെയ്യുന്ന ഫയൽ സിസ്റ്റംസ് ആണ് ഫയൽ അലോക്കേഷൻ ടേബിൾ FAT32, then NTFS ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം ആൻഡ് ഹൈറാർക്കിക്കൽ ഫയൽ സിസ്റ്റം HFS. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏത് ഫയൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് എന്ന് അറിയണമെങ്കിൽ മൈ കമ്പ്യൂട്ടർ എടുക്കുക. മൈ കമ്പ്യൂട്ടറിലെ ഡിഫറെൻറ്റ് പാർട്ടീഷൻസ് കാണാം. അതിലേതെങ്കിലും ഒരു പാർട്ടീഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ സി ഡ്രൈവ് എടുത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, പ്രോപ്പർട്ടീസ് എടുക്കുക. അപ്പോൾ ഇതുപോലൊരു ടാബ് വരും. ഈ ടാബിൽ ജനറൽ എന്ന് പറയുന്ന ഒരു ടാബ് എടുക്കുക. ഈ ജനറൽ ടാബിൽ യു ക്യാൻ സി ദ ഫയൽ സിസ്റ്റം യൂസ്ഡ് ഹിയർ ഈസ് NTFS. സോ മോസ്റ്റ് കോമൺ ആയിട്ട് വിൻഡോസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫയൽ സിസ്റ്റമാണ് NTFS എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഫയൽ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന്. നൗ വി ക്യാൻ സി വാട്ട് ഈസ് എ ഫയൽ. എ ഫയൽ ഈസ് എ നെയിംഡ് കളക്ഷൻ ഓഫ് related information that is recorded on a secondary storage media, and there should be a file name in order to identify a file. So now what are the attributes related with a file? First of all, the main important attribute of a file is the name, which is the only information kept in the human readable form. And the another attribute is the identifier. This identifier is a unique identifier which is used for identifying the file within the file system. Then there is another attribute is type. What is the type of the file? The type of the file means whether it is a text file, program file, executable file, or whether it is a directory, like that. And after that, there should be a location of the file, that is where the file is stored on the disk. Location of the file. Then size of the file, what is the actual size of the file. Then the protection mechanism, ഏതൊക്കെ പ്രൊട്ടക്ഷൻ മെക്കാനിസം ആണ്, അതായത് ആർക്കൊക്കെ റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, എക്സിക്യൂട്ട് പെർമിഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പ്രൊട്ടക്ഷൻ മെക്കാനിസത്തിൽ കാണാം. ദെൻ ടൈം, ഡേറ്റ്, യൂസർ ഐഡൻറ്റിഫിക്കേഷൻ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഒരു ഫയലിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫയൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. First one is creating a file. In order to create a file, first you have to find the space in the file system. After finding the space in the file system, an entry for the new file must be made in the directory. അതായത് ആദ്യം തന്നെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇനഫ് സ്പേസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനഫ് സ്പേസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ ഒരു പെർട്ടിക്കുലർ ഡയറക്ടറിയിൽ ഈ ഒരു ഫയലിന് ഒരു എൻട്രി മേക്ക് ചെയ്യും. അങ്ങനെയാണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഏത് ഫയൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ സിസ്റ്റം കോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിസ്റ്റം കോൾ എന്ന് പറഞ്ഞ് വിച്ച് പ്രൊവൈഡ്സ് ആൻ ഇൻ്റർഫേസ് ടു ആക്സസ് ദി സർവീസസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഈ എല്ലാ ഫയൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റം കോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു ഫയൽ ഓപ്പറേഷനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയൽ ഓപ്പറേഷനാണ് റൈറ്റിംഗ് ഇൻ ടു എ ഫയൽ. ഒരു ഫയൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സിമിലർലി നമ്മൾ സിസ്റ്റം കോൾ യൂസ് ചെയ്യുന്നുണ്ട്. സിസ്റ്റം കോളിലേക്ക് നമ്മൾ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യും. അതിലത്തെ ഒരു ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ദ ഫയൽ ഡിസ്ക്രിപ്റ്ററാണ്. ഏതാണ് ഫയൽ എന്ന് അറിയാൻ വേണ്ടി ഒരു ഫയൽ ഡിസ്ക്രിപ്റ്റർ. അതിനുശേഷം എ പോയിന്റ് ടു ദ ബഫർ വേർ ദ ഡാറ്റ ഈസ് സ്റ്റോർഡ്. അതായത് നമുക്ക് റൈറ്റ് ചെയ്യേണ്ട ഡാറ്റ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ബഫറിനുള്ളൊരു പോയിന്റർ. And the third argument is the number of bytes to write from the buffer. എത്ര ബൈറ്റ്സ് ഓഫ് ഡാറ്റയാണ് ഈ ബഫറിൽ നിന്ന് നമുക്ക് ഫയലിലോട്ട് റൈറ്റ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു നമ്പർ ഓഫ് ബൈറ്റ്സ് ഉണ്ടായിരിക്കും. ഇതാണ് ഫയൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിസ്റ്റം കോൾ. വി ആർ യൂസിങ് സിസ്റ്റം കോൾ ടു റൈറ്റ് എ ഫയൽ. നെക്സ്റ്റ് ഈസ് റീഡിങ് എ ഫയൽ. In order to read a file, similarly we are using the system call.
ഇതുപോലെ തന്നെ 3 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ആർഗ്യുമെന്റ് ഈസ് ദ ഫയൽ ഡിസ്ക്രിപ്റ്റർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ബഫർ വെർ ദ റീഡ് ഡാറ്റ ഈസ് ടു ബി സ്റ്റോർ. റീഡ് ചെയ്ത ഫയലിൽ നിന്നും റീഡ് ചെയ്ത ഡാറ്റനെ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് ആ ബഫറിനുള്ളൊരു പോയിന്റർ ആയിരിക്കും ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. വേറൊരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഹൗ മെനി നമ്പർ ഓഫ് ബൈറ്റ്സ് ടു ബി റീഡ് ഫ്രം ദ ഫയൽ. ഫയലിൽ നിന്നും എത്ര ബൈറ്റ്സ് ഓഫ് ഡാറ്റ നമ്മൾക്ക് റീഡ് ചെയ്യണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയൽ ഓപ്പറേഷനാണ് റീപൊസിഷനിങ് വിത്തിൻ എ ഫയൽ എന്ന് പറയുന്നത്. റീപൊസിഷനിങ് വിത്തിൻ എ ഫയൽ മീൻസ് മൂവ് ദ കറന്റ് ഫയൽ പോയിന്റർ ടു എ ഗിവൺ വാല്യൂ. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സീക്ക് ഫംഗ്ഷൻ എന്ന് പറയും. ആ സീക്ക് ഫംഗ്ഷനെ പോലെ തന്നെ ഫയൽ പോയിന്റിനെ വേറൊരു ലൊക്കേഷനോട്ട് മൂവ് ചെയ്യാം. അതാണ് റീപൊസിഷനിങ് എന്ന് പറയും. ആൻഡ് അനദർ ഫയൽ ഓപ്പറേഷൻ ഈസ് ഡിലീറ്റിംഗ് എ ഫയൽ. ഫയൽ ഡിലീറ്റ് ചെയ്യുക, പിന്നെ അതിനാവശ്യമായുള്ള അതിൻ്റെ ഫയലിൻ്റെ അസോസിയേറ്റഡ് സ്പേസസ് റിമൂവ് ചെയ്യുക. ഇതുകൂടാതെ വേറെയും കുറേ ഫയൽ ഓപ്പറേഷൻ ഉണ്ട്, സച്ച് ആസ് ഫയൽ ഓപ്പൺ, ഫയൽ ക്ലോസ്, കോപ്പി, റീനെയിം, അപ്പെൻഡ് എക്സെട്ര. സോ ഇതൊക്കെയാണ് ഒരു ഫയലുമായി റിലേറ്റഡ് ആയിട്ടുള്ള സം ഓഫ് ദ ഫയൽ ഓപ്പറേഷൻ. ഇനി എന്താണ് ഒരു ഫയൽ ഓർഗനൈസേഷൻ എന്ന് കാണാം. ഫയൽ ഓർഗനൈസേഷൻ മീൻസ് ദ വേ ഇൻ വിച്ച് ദ ഡാറ്റ ഇസ് സ്റ്റോർഡ് ഇൻ എ ഫയൽ. എങ്ങനെയാണ് ഒരു ഫയലിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഫയൽ ഓർഗനൈസേഷൻ പറയുന്നത്. And different file access mechanisms are there. A file access mechanism refers to the manner in which the records of a file may be accessed. ഒരു ഫയലിലെ റെക്കോർഡ്സിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫയൽ ആക്സസ് മെക്കാനിസംസ് പറയുന്നത്. മെയിൻലി ദർ ആർ 3 ഫയൽ ആക്സസ് മെക്കാനിസം. ഫസ്റ്റ് വൺ സീക്വൻഷ്യൽ ആക്സസ്, സെക്കൻഡ് വൺ ഡയറക്റ്റ് ആക്സസ് ഓർ റാൻഡം ആക്സസ്, ആൻഡ് ദ തേർഡ് വൺ ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസ്. അടുത്തതായി നമുക്ക് സീക്വൻഷ്യൽ ആക്സസ് എന്താണെന്ന് നോക്കാം. A sequential access is that in which the records are accessed in some sequence. That is, one record is accessed after the another. Normally, compilers use this method to access the files. അതായത് ഒരു പെർട്ടിക്കുലർ ഫയൽ ആക്സസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മുന്നിലുള്ള എല്ലാ റെക്കോർഡ്സും പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ റെക്കോർഡിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. And the second one is direct access or random access. In this method, we can access the records at random order. അതായത് ഏത് റെക്കോർഡിന് വേണമെങ്കിൽ ഏത് ഓർഡറിൽ വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാം, റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം. Each record has its own address on the file, and by the help of this address, we can access the records directly for reading and writing. See this example. സപ്പോസ് നമുക്ക് റെക്കോർഡ് 4നെ ആക്സസ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇപ്പോൾ സീക്വൻഷ്യൽ ആക്സസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ റെക്കോർഡ് 4 ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് റെക്കോർഡ് 1 ആക്സസ് ചെയ്യണം, ദെൻ റെക്കോർഡ് 2 പ്രോസസ്സ് ചെയ്യണം, റെക്കോർഡ് 3 പ്രോസസ്സ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് റെക്കോർഡ് 4 ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഈസ് നോൺ ആസ് സീക്വൻഷ്യൽ ആക്സസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡയറക്റ്റ് ആക്സസ്, സപ്പോസ് യു ഹാവ് ടു ആക്സസ് ദ റെക്കോർഡ് 4, അതായത് റെക്കോർഡ് 4 ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ആക്സസ് ദ റെക്കോർഡ് 4. ഇതിന് മുന്നേ ഉള്ള റെക്കോർഡ്സ് ഒന്നും പ്രോസസ്സ് ചെയ്യാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ റെക്കോർഡിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് ഡയറക്റ്റ് ആക്സസ് ഓർ റാൻഡം ആക്സസ്. ആൻഡ് ദ തേർഡ് കാറ്റഗറിയാണ് ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസ്. ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞാൽ an index is created for each file. ഓരോ ഫയലിനും ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദിസ് ഇൻഡെക്സ് ഫയൽ കണ്ടെയ്ൻസ് ദ പോയിന്റേഴ്സ് ടു ദ വേരിയസ് ബ്ലോക്സ്. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓരോ ഫയൽസിനും വേണ്ടി ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യും. ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് റെക്കോർഡ്സിലേക്കുള്ള പോയിന്റേഴ്സ് ആയിരിക്കും ഇൻഡെക്സ് ഫയലിലെ കണ്ടൻസ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ റെക്കോർഡ് ഫൈൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇൻഡെക്സ് ഫയലിനെ സീക്വൻഷ്യലായിട്ട് സെർച്ച് ചെയ്യും. ഒരു കറസ്പോണ്ടിങ് ഇൻഡെക്സ് ഫയലിൽ നിന്നും നമ്മൾക്ക് എന്ത് കിട്ടും? പെർട്ടിക്കുലർ നമ്മൾ ആവശ്യമുള്ള ആ പെർട്ടിക്കുലർ റെക്കോർഡിൻ്റെ അഡ്രസ്സ് കിട്ടും. ആ ഒരു അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് യു ക്യാൻ ആക്സസ് ദി ഫയൽ ഡയറക്ട്ലി. സീ ദിസ് എക്സാമ്പിൾ. ദിസ് ഈസ് അവർ ഇൻഡെക്സ് ഫയൽ ആൻഡ് ദിസ് ഈസ് ദ റിലേറ്റീവ് ഫയൽ. ഇൻഡെക്സ് ഫയൽ എന്ന് പറയുന്നത് ഇതാണ് ഒരു റെക്കോർഡ്. ഈ റെക്കോർഡിലെ ലാസ്റ്റ് നെയിം ആണ് ഇൻഡെക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ദീസ് ആർ ദ ലാസ്റ്റ് നെയിം, ദി ഇൻഡെക്സ് ആണ്. അപ്പോൾ ഓരോ ഇൻഡെക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ റെക്കോർഡിൻ്റെ പോയിന്റർ ഇവിടെ ഉണ്ടായിരിക്കും. സോ ഫോർ ദ ലാസ്റ്റ് നെയിം സ്മിത്ത് എന്ന് പറയുന്ന ഒരു റെക്കോർഡ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡെക്സിൽ നിന്നും നമുക്ക് സ്മിത്ത് എന്ന് പറയുന്ന റെക്കോർഡിൻ്റെ ബ്ലോക്ക് പോയിന്റർ കിട്ടും. ഈ പോയിന്റർ യൂസ് ചെയ്തിട്ട് യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദി റെക്കോർഡ്. അതാണ് ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയുന്നത്. ഇവിടെ സീക്വൻഷ്യൽ എന്ന് പറയാൻ കാരണം ഇൻഡെക്സ് ഫയൽ നമ്മൾ ആക്സസ് ചെയ്യുന്നത് സീക്വൻഷ്യൽ ആയിട്ടാണ്. ഫ്രം ദി ഇൻഡെക്സ് ഫയൽ യു ക്യാൻ ഗോ ഡയറക്ട്ലി ടു ദി റിലേറ്റീവ് ഫയൽ.
ഇനി ഈ ഒരു ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫയൽ സൈസ് കൂടുമ്പോൾ ഇൻഡെക്സ് ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നതും വളരെ കൂടുതലായിരിക്കും. ഫയൽ സൈസ് കൂടുന്നതിനനുസരിച്ച് ഇൻഡെക്സ് ഫയലിൻ്റെ സൈസും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു 2 ലെവൽ ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ക്രിയേറ്റ് ആൻ ഇൻഡെക്സ് ഫോർ ദി ഇൻഡെക്സ് ഫയൽ. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്, സ്ട്രക്ചർ ഓഫ് ദ ഡയറക്ടറി. What is a directory? A directory is a container that is used to store the folders and files. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് ഡയറക്ടറി എന്നുള്ള വേർഡ്സ്. ഡയറക്ടറി എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോർമലി ഒരു ഹൈറാർക്കിക്കൽ മാനറിലാണ്. സീ ദിസ് എക്സാമ്പിൾ, ദിസ് ഈസ് ദ റൂട്ട് ഡയറക്ടറി നെയിംഡ് D1. ഈ റൂട്ട് ഡയറക്ടറിയുടെ സബ് ഡയറക്ടറീസ് ആണ് D11, D12 ആൻഡ് D13. D11 എന്ന് പറയുന്ന സബ് ഡയറക്ടറിയിൽ 3 ഫയൽസ് ആണ്, F1, F2, F3. അതായത് ഡയറക്ടറീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഹൈറാർക്കിക്കൽ മാനറിലാണ്. ഇനി ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഡയറക്ടറി സ്ട്രക്ചേഴ്സ് എന്ന് നോക്കാം. ഡയറക്ടറി സ്ട്രക്ചേഴ്സ്, മെയിൻലി there are 3 types of directory structures. First one is single level directory, the second one is 2 level directory, and the third one is tree structured directory. ഇനി നമുക്ക് one by one ആയിട്ട് നോക്കാം. First one is single level directory. Single level directory is the simplest directory structure ആണ്, and all the files are contained in the same directory. Therefore it is very easy to implement and understand. അതായത് എല്ലാ ഫയൽസും സ്റ്റോർ ചെയ്തിരിക്കുന്നത് സെയിം ഡയറക്ടറിയിലാണ്. ഇതെല്ലാം ഡയറക്ടറീസ് ആണ്, ഇതെല്ലാം ഫയൽസ് ആണ്. എല്ലാ ഫയൽസും സ്റ്റോർ ചെയ്തിരിക്കുന്നത് സെയിം ഡയറക്ടറിയിലാണ്. നമ്പർ ഓഫ് ഫയൽസ് എന്ന് പറയുന്നത് കുറവാണെങ്കിൽ സെർച്ചിങ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിരിക്കും. പക്ഷേ നമ്പർ ഓഫ് ഫയൽസ് കൂടുന്നതിനനുസരിച്ച് ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ടു മാനേജ്. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ അനദർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദർ ഈസ് എ ചാൻസ് ഓഫ് നെയിം കൊളീഷൻ. നെയിം കൊളീഷൻ എന്ന് പറയുന്നത് സപ്പോസ് 2 യൂസേഴ്സ് 2 പേരും സെയിം നെയിമിൽ തന്നെ ഒരു ഫയൽ സേവ് ചെയ്യാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഹിയർ, കാരണം എല്ലാ ഫയൽസും സേവ് ചെയ്യുന്നത് സെയിം ഡയറക്ടറിയിലാണ്. സോ ദർ ഈസ് എ ചാൻസ് ഓഫ് നെയിം കൊളീഷൻ. ഇതാണ് സിംഗിൾ ലെവൽ ഡയറക്ടറി. സിംഗിൾ ലെവൽ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ എല്ലാ ഫയൽസും സേവ് ചെയ്യുന്നത് സെയിം ഡയറക്ടറിയിലാണ്. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഡയറക്ടറി സ്ട്രക്ചറാണ്. സെക്കൻഡ് വൺ, 2 ലെവൽ ഡയറക്ടറി. 2 ലെവൽ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ദർ ഷുഡ് ബി 2 ലെവൽസ് ഓഫ് ഡയറക്ടറി. ഫസ്റ്റ് വൺ ഈസ് യൂസർ ഫയൽ ഡയറക്ടറി. ദറ്റ് ഈസ് ഓരോ യൂസറിനും അവരുടേതായ ഒരു യൂസർ ഫയൽ ഡയറക്ടറി ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു സിസ്റ്റത്തിൽ ഒരു മാസ്റ്റർ ഫയൽ ഡയറക്ടറി ഉണ്ടായിരിക്കും. ഒരു യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആ മാസ്റ്റർ ഫയൽ ഡയറക്ടറിയിലെ ഇൻഡെക്സ് ചെയ്യാണ്, ഈ യൂസർ നെയിം വെച്ചിട്ട് ഇൻഡെക്സ് ചെയ്യാണ്. എന്നിട്ട് ഓരോ മാസ്റ്റർ ഫയൽ ഡയറക്ടറിയിലെ ഇൻഡെക്സും പോയിന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു യൂസർ ഫയൽ ഡയറക്ടറിനെ ആയിരിക്കും. അതായത് ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ സിസ്റ്റത്തിലുള്ള മാസ്റ്റർ ഫയൽ ഡയറക്ടറിയിൽ. ഇവിടെ 4 യൂസേഴ്സ് ഉണ്ട്. സോ 4 യൂസേഴ്സിനും മാസ്റ്റർ ഫയൽ എൻട്രിയിൽ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഓരോ ഇൻഡെക്സും പോയിന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് യൂസറിന്റെ യൂസർ ഫയൽ ഡയറക്ടറിയാണ്. അതായത് മാസ്റ്റർ ഫയൽ ഡയറക്ടറി സിസ്റ്റത്തിൽ ഉണ്ടാവും, പിന്നെ ഓരോ യൂസേഴ്സിനും അവരുടേതായ യൂസർ ഫയൽ ഡയറക്ടറീസ് ഉണ്ടായിരിക്കും. സോ വെൻ എ യൂസർ വാണ്ട് ടു റെഫർ എ പെർട്ടിക്കുലർ ഫയൽ, ഹി ഹാസ് ടു സെർച്ച് ഹിസ് ഓൺ യൂസർ ഫയൽ ഡയറക്ടറി. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫയൽ സെർച്ച് ചെയ്യണം, യൂസർ 1ന്റെ എ എന്ന് പറയുന്ന ഒരു ഫയൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ യൂസർ ഫയൽ ഡയറക്ടറിയിൽ സെർച്ച് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നെയിം കൊളീഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഇവിടെ ഇല്ല. കാരണം ഓരോ യൂസേഴ്സിൻ്റെയും ഫയൽസ് സേവ് ചെയ്യുന്നത് സെപ്പറേറ്റ് ഡയറക്ടറീസിലാണ്. സീ ദിസ് എക്സാമ്പിൾ, ടെസ്റ്റ്. ദർ ഈസ് എ ഫയൽ നെയിംഡ് ടെസ്റ്റ്. ദർ ഈസ് ഓൾസോ അനദർ ഫയൽ നെയിംഡ് ടെസ്റ്റ്. അതായത് യൂസർ 1ന്റെ ഒരു ഫയലാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ യൂസർ 3യുടെ ഫയലാണ് ടെസ്റ്റ്. ഇവിടെ നെയിം കൊളീഷൻ ഇല്ല, കാരണം 2 ഫയൽസും സേവ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് ഡയറക്ടറിയിലാണ്. അത് തേർഡ് കാറ്റഗറിയാണ് ട്രീ സ്ട്രക്ചേർഡ് ഡയറക്ടറി. ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡയറക്ടറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് അലൗസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ദെയർ ഓൺ സബ് ഡയറക്ടറീസ് ആൻഡ് ഓർഗനൈസ് ദെയർ ഫയൽസ്. അതായത് ഒരു ട്രീ സ്ട്രക്ചേർഡ് ഡയറക്ടറിയാണ്. ഇതിൽ യൂസേഴ്സിന് ദെയർ ഓൺ ഡയറക്ടറീസും സബ് ഡയറക്ടറീസും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എവറി ഫയൽ ഇൻ ദ സിസ്റ്റം ഹാസ് എ യുണീക്ക് പാത്ത് നെയിം. ഒരു യുണീക്ക് പാത്ത് നെയിം ഉണ്ടായിരിക്കും. ഈ ഒരു ഫിഗർ നോക്കുക. ഇതിലെന്ന് പറയുന്നത് റൂട്ട് ഡയറക്ടറി ഉണ്ട്. ദർ ഈസ് എ റൂട്ട് ഡയറക്ടറി.
and in the root directory, this is the root directory, and in the root ഇതെന്ന് പറയുന്നത് സബ് ഡയറക്ടറീസ് ആണ്. ഓരോ സബ് ഡയറക്ടറീസും എഗെയിൻ സബ് ഡയറക്ടറീസും ഉണ്ട്, ഫയൽസും ഉണ്ട്. അതായത് ഒരു ട്രീ ഫോമിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് there are mainly two types of path name, absolute path name and relative path name. Absolute path name begins from the root directory and follows the path down to the specified file. And the relative path name defines the path from the current directory. അതായത് അബ്സല്യൂട്ട് പാത്ത് നെയിം എന്ന് പറഞ്ഞാൽ റൂട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഫയൽ വരെയുള്ളതാണ് അബ്സല്യൂട്ട് പാത്ത് നെയിം എന്ന് പറയുന്നത്. റിലേറ്റീവ് പാത്ത് നെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിഫൈൻസ് ദ പാത്ത് ഫ്രം ദി കറന്റ് ഡയറക്ടറി. ദിസ് ഈസ് അബൌട്ട് ട്രീ സ്ട്രക്ചേർഡ് ഡയറക്ടറി. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫയൽ അലോക്കേഷൻ മെത്തേഡ്സ് ആണ്. എ ഫയൽ അലോക്കേഷൻ മെത്തേഡ് റെഫേഴ്സ് ടു how the disk blocks are allocated for the files. എങ്ങനെയാണ് ഫയൽസിന് വേണ്ടി ഡിസ്ക് ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഫയൽ അലോക്കേഷൻ മെത്തേഡ്സിൽ പറയുന്നത്. മെയിൻലി there are three major methods of allocating disk blocks. First one is contiguous allocation, second one is linked allocation, and the third one is indexed allocation. Now we can see the contiguous allocation. This allocation method allocates a single contiguous section of memory to a process or a file. അതായത് ഒരു പെർട്ടിക്കുലർ ഫയലിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ കണ്ടിന്യൂസ് ബ്ലോക്ക് ഓഫ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ ദ ഫയൽ ഈസ് ഡിഫൈൻഡ് ബൈ ദ ഡിസ്ക് അഡ്രസ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് ബ്ലോക്ക്. സപ്പോസ് നമ്മുടെ ഫയലിൽ n ബ്ലോക്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ബ്ലോക്കിന്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ബി ആണെന്ന് വിചാരിക്കുക. ദെൻ സെക്കൻഡ് ബ്ലോക്ക് വിൽ ബി B+1, തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് B+2 എക്സെട്ര, ആൻഡ് ദ ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് B+n-1 ആയിരിക്കും. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ബ്ലോക്ക് ഓഫ് മെമ്മറി ആയിട്ടായിരിക്കും ഫയൽ സേവ് ചെയ്തിരിക്കുന്നത്. See this example. This is the directory and these are the file names. File name, suppose take the file name count. Count in the starting location, starting address ആണ് പറഞ്ഞിരിക്കുന്നത് 0 and the length is 2. So we will move to the 0th location. So first block is at location 0 and the second block is at location 1. അതിന്റെ length എന്ന് പറയുന്നത് 2 ആണ്. See another example. List. List in the starting location എന്ന് പറയുന്നത് 28 ആണ് and its length is 4. So we will move to the 28. അപ്പോൾ ഫസ്റ്റ് 28ൽ സെക്കൻഡ് ബ്ലോക്ക് 29, തേർഡ് ബ്ലോക്ക് 30 and the last block 31. This is the contiguous allocation. ഇനി contiguous allocationന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് it will support both sequential access and direct access. രണ്ട് ആക്സസ് മെത്തേഡുകളും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ വരാവുന്ന വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ ആണ്. നമുക്കറിയാം ഒരു ഫയൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ അൺവാണ്ടഡ് സ്പേസുകൾ അല്ലെങ്കിൽ ഫ്രീ സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യും, ഫ്രാഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യും. സോ ദർ ഈസ് എ ചാൻസ് ഓഫ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഹിയർ. ഈ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് കോമ്പാക്ഷൻ. ദാറ്റ് ഈസ് കോമ്പാക്റ്റിംഗ് ഓൾ ദ ഫ്രീ സ്പേസസ് ഇൻ ടു വൺ കണ്ടിന്യൂസ് സ്പേസ്. സോ വി ക്യാൻ റിമൂവ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ബൈ കോമ്പാക്ഷൻ. വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത് വി ഹാവ് ടു ഡിറ്റർമിൻ ഹൗ മച്ച് സ്പേസ് ഈസ് നീഡഡ് ഫോർ എ ഫയൽ. അതായത് അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരു ഫയലിന് മെമ്മറി അലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പറയണം എത്ര എമൗണ്ട് ഓഫ് ബൈറ്റ്സ്, എത്ര എമൗണ്ട് ബ്ലോക്സ് ഈ ഒരു പെർട്ടിക്കുലർ ഫയലിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് പറയേണ്ടി വരും. ഇതാണ് ഒരു കണ്ടിന്യൂസ് അലോക്കേഷന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, now we are moving on to the second allocation method, linked allocation. Linked allocation solve all the problems of the contiguous allocation. ഇതിലെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടല്ല ബ്ലോക്സുകൾ കിടക്കുന്നത്. The disk blocks are scattered anywhere on the disk. ഡിസ്കിൽ പല ഭാഗങ്ങളിലായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ് ഫയൽ എന്ന് പറയുന്നത്. So in this linked allocation, each file is linked by a list of disk blocks. അതായത് ഒരു ഡയറക്ടറി ഉണ്ടായിരിക്കും ഇവിടെ. ഈ ഡയറക്ടറിയിൽ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിന്റെയും എൻഡിങ് ബ്ലോക്കിനെയും ആയിരിക്കും ഈ ഡയറക്ടറി പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സീ ദിസ് എക്സാമ്പിൾ. ദ നെയിം ഓഫ് ദ ഫയൽ ഈസ് ജീപ്പ് and the starting block address is 9 and the ending block address is 25. So we will start at the location 9. This is the first block. First block എന്നത് ഒരു linked list of pointers ആണ്.
Okay, so from 1 we will move to the next block 16. From 16 we will move to the next block 1. From 1 next block we will move to the next block 2, and from 2 we will move to the last block 25. ഇവിടെ -1 എന്ന് കൊടുത്തിരിക്കുന്നത് എൻഡ് ഓഫ് ദി ഫയൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഡയറക്ടറിയിൽ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൻ്റെയും എൻഡിങ് ബ്ലോക്കിൻ്റെയും മാത്രമേ അഡ്രസ്സ് ഉണ്ടാവുള്ളൂ. ഇതാണ് ലിങ്ക്ഡ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഇതിലെ എല്ലാ ബ്ലോക്കുകളും എന്ന് പറയുന്നത് ഡിസ്കിൽ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്. ഇനി ലിങ്ക്ഡ് അലോക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ. കാരണം ഏതൊരു ഫ്രീ സ്പേസ് ഉണ്ടെങ്കിലും നമുക്കതിനെ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ. ഇനി ഇതെന്ന് പറയുന്നത് സീക്വൻഷ്യൽ ആക്സസിനാണ് ലിങ്ക്ഡ് അലോക്കേഷൻ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ടു ഫൈൻഡ് ദ ബ്ലോക്ക് ഓഫ് എ ഫയൽ വി മസ്റ്റ് സ്റ്റാർട്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഫയൽ ആൻഡ് ഫോളോ ദ പോയിന്റർ അണ്ടിൽ വി ഗെറ്റ് ടു ദ ബ്ലോക്ക്. ഒരു സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ നിന്നും തുടങ്ങിയാൽ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് എൻഡ് ഓഫ് ദി ബ്ലോക്ക് വരെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എഫിഷ്യൻറ്റ് ഫോർ സീക്വൻഷ്യൽ ആക്സസ് ആൻഡ് ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് ഇൻഎഫിഷ്യൻറ്റ് ഫോർ ഡയറക്റ്റ് ആക്സസ്. ഇനി വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പേസ് റിക്വയർഡ് ബൈ ദ പോയിന്റേഴ്സ് ആണ്. ഇത് നമുക്കറിയാം, നമ്മൾ ഫയലിൻ്റെ കൂടെ തന്നെ പോയിന്റേഴ്സും കൂടി സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ പോയിന്റേഴ്സിനുള്ള മെമ്മറി സ്പേസും കൂടി ഇവിടെ ആവശ്യമാണ്. വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് റിലയബിലിറ്റിയാണ്. ദാറ്റ് ഈസ് ദ ഫയൽസ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ ദ പോയിന്റേഴ്സ് ആൻഡ് സ്കാറ്റേർഡ് ഓൾ ഓവർ ദ ഡിസ്ക്. പല ഭാഗങ്ങളിലായിട്ട് സ്കാറ്റേർഡ് ആയിട്ടാണ് നമ്മുടെ ഫയൽ കിടക്കുന്നത്. സോ ഒരു പെർട്ടിക്കുലർ പോയിന്റർ ലോസ്റ്റ് ആയാലോ ഡാമേജ് ചെയ്താലോ അത് ഫയലിൻ്റെ റിലയബിലിറ്റീനെ എഫക്റ്റ് ചെയ്യും. ഇതാണ് ലിങ്ക്ഡ് അലോക്കേഷൻ. ദ ലാസ്റ്റ് കാറ്റഗറിയാണ് ഇൻഡെക്സ്ഡ് അലോക്കേഷൻ. Indexed allocation provides solution to the problems of contiguous allocation and linked allocation. ഇതിലെന്ന് പറയുന്നത് ഓരോ ഫയൽസിനും വേണ്ടി ഒരു ഇൻഡെക്സ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദിസ് ഇൻഡെക്സ് ബ്ലോക്ക് സ്റ്റോഴ്സ് ദി അഡ്രസ് ഓഫ് ഡിസ്ക് സ്പേസ് ഒക്യുപ്പൈഡ് ബൈ ദ ഫയൽ. And there should be a directory that will contain the address of index block of files. See this example. This is the directory and the file name is Jeep. ഡയറക്ടറിയിൽ ഒരു ഡയറക്ടറി ഉണ്ടാവും. ആ ഡയറക്ടറിയിൽ നിന്നും we will get the address of the index block. So the index block address is 19. So we will move to the index block 19. And this is the index block. 19 address ഉള്ള index block ആണ് ഇത്. ഈ index blockൽ എന്ന് പറയുന്നത് stores the address of the disk in the file. ഫയലിലെ ഓരോ ബ്ലോക്കുകളുടെയും അഡ്രസ് ആയിരിക്കും ഈ ഇൻഡെക്സ് ബ്ലോക്കിൽ ഉണ്ടാവുക. അതായത് ജീപ്പ് എന്ന് പറയുന്ന ഫയല് ഇൻഡെക്സ് ബ്ലോക്കാണ് 19. ഇപ്പം 19 വന്നു. 19 വന്നാൽ ഇനി ഈ ജീപ്പ് എന്ന് പറയുന്ന ഫയലിൻ്റെ ഡിഫറെൻറ്റ് ബ്ലോക്സ് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള ഇൻഫോർമേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സോ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ് 1 ആണ്. വേറൊരു ബ്ലോക്ക് എന്ന് പറയുന്നത് 10 ആണ്. അനദർ ബ്ലോക്ക് എന്ന് പറയുന്നത് 9 ആണ്. ദ ബ്ലോക്ക് ഈസ് 16 ആൻഡ് അനദർ ബ്ലോക്ക് ഈസ് 25. ഇതാണ് ഇൻഡെക്സ്ഡ് അലോക്കേഷൻ. അതായത് ഇൻഡെക്സ്ഡ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഫയലിനും ഒരു ഇൻഡെക്സ് ഫയൽ ഉണ്ടായിരിക്കും. ആ ഇൻഡെക്സ് ഫയലിൽ നിന്നും ഡിസ്കിലുള്ള ഫയലുകളുടെ ബാക്കിയുള്ള ബ്ലോക്കുകൾ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു ലിങ്ക് അഡ്രസ്സും കൂടി കിട്ടും. ഇതാണ് ഇൻഡെക്സ്ഡ് അലോക്കേഷൻ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് എന്ന് പറയുന്നത് ആദ്യം ഫയൽ സിസ്റ്റം എന്താന്ന് പറഞ്ഞു, ദെൻ കൺസെപ്റ്റ് ഓഫ് ഫയൽ ആൻഡ് ഡയറക്ടറി പറഞ്ഞു, വേരിയസ് ഫയൽ ഓപ്പറേഷൻസ് പറഞ്ഞു, ഫയൽ ഓർഗനൈസേഷൻ കൺസെപ്റ്റുകൾ പറഞ്ഞു, പിന്നെ ഡിഫറെൻറ്റ് ഡയറക്ടറി സ്ട്രക്ചേഴ്സ് സിംഗിൾ ലെവൽ, 2 ലെവൽ ആൻഡ് 3 സ്ട്രക്ചേർഡ് ഡയറക്ടറി പറഞ്ഞു, ആൻഡ് ലാസ്റ്റ് ഡിഫറെൻറ്റ് അലോക്കേഷൻ മെത്തേഡ്സ് പറഞ്ഞു, കണ്ടിഗ്യൂസ്, ലിങ്ക്ഡ് ആൻഡ് ഇൻഡെക്സ്ഡ് അലോക്കേഷൻ മെത്തേഡുകൾ പറഞ്ഞു. ഇനി ഡിപ്ലോമ ബോർഡ് എക്സാമിന് ചോദിച്ച റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും. അതായത് എക്സ്പ്ലെയിൻ ഫയൽ ഓപ്പറേഷൻ, explain contiguous, linked and indexed file allocation, and explain single level, 2 level and 3 level directory structures. So എല്ലാവരും നന്നായി പഠിക്കുക, എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. Thanks for watching the video. Thank you.